Acuplus Interior and Electronics. വാളയാർ അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളിയായ രാംനാരായണനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നത് ക്രൂരമായാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കൊല്ലണമെന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടെയാണ് രാംനാരായണനെ മർദ്ദിച്ചതെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഛത്തീസ്ഗഡ് സ്വദേശിയായ യുവാവിനെ മണിക്കൂറുകളോളം ക്രൂരമായ പീഡനത്തിനിരയാക്കിയെന്നും പറയുന്നു. പോലീസ് പരിശോധനയിൽ രാംനാരായണന്റെ ശരീരത്തിലെ തല മുതൽ കാൽ വരെ 40-ലധികം മുറിവുകളാണ് കണ്ടെത്തിയത്. തലയിലുണ്ടായ രക്തസ്രാവവും ശരീരത്തിലേറ്റ പരിക്കുകളുമാണ് മരണത്തിന് കാരണം. വലിയ വടികൾ ഉപയോഗിച്ച് പുറംഭാഗം അടിച്ചൊടിച്ചു. നിലത്തിട്ട് ചവിട്ടുകയും വലിച്ചിഴക്കുകയും ചെയ്തതിന്റെ അടയാളങ്ങൾ ശരീരത്തിലുണ്ട്. മുഖത്തും മുതുകിലും ക്രൂരമായി ചവിട്ടിയതായും എക്സ്റേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ അറസ്റ്റിലായ 5 പേരും മുൻപും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 15-ലധികം കേസുകൾ നിലവിലുണ്ട്. തടയാൻ വന്നവരെ പോലും ഭയപ്പെടുത്തിക്കൊണ്ടാണ് ക്രിമിനൽ സംഘം മർദ്ദനം തുടർന്നത്. കൂടുതൽ പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. മർദ്ദിക്കുന്നതിൽ സ്ത്രീകളും ഉൾപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം. മർദ്ദിക്കുന്ന വീഡിയോകളിൽ നിന്നാണ് സംഭവത്തിൽ സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സംശയത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നഷ്ടമായതെന്നും 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നും മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നുവെങ്കിലും മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായിട്ടുണ്ട്. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.